ഹലോ നമസ്കാരം, ഞാൻ ദേശ് മാനന്തവാടി. എക്സ്പ്രസ് ഓണേഴ്സ് ക്ലബ്ബ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാർക്ക് ഡിസ്കൗണ്ടിൽ എങ്ങനെ വാഹനം വാങ്ങാം എന്ന വിഷയമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വാഹനം വാങ്ങുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചില ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന GST കൺസെഷൻ ലഭ്യമാകുന്നതിന് എന്തു ചെയ്യണമെന്ന് നോക്കാം. 40% അതിലധികമോ ഓർത്തോപീഡിക് ഡിസബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാർക്ക് GST കൺസെഷന് അപേക്ഷ നൽകാവുന്നതാണ്. തങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണെന്ന് ഡീലറുമായി ആദ്യമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുക. പെട്രോൾ ആണെങ്കിൽ 1200 cc-യിലും ഡീസൽ ആണെങ്കിൽ 1500 cc-യിലും അധികമാകാൻ പാടില്ല. വാഹനത്തിൻ്റെ നീളം 4 മീറ്ററിലും വില 8 ലക്ഷത്തിലും അധികമാകാൻ പാടില്ല. ഓട്ടോമാറ്റിക്കോ മാനുവലോ ആയിട്ടുള്ള വാഹനം നമുക്ക് വാങ്ങാവുന്നതാണ്. ഓൺലൈൻ ആയിട്ടാണ് GST കൺസെഷന് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. DHI ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ നിർദ്ദിഷ്ട വെബ്സൈറ്റിൽ ചെന്നിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷയിൽ അനക്സർ A, B, C, D എന്നിവ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. UDID ഉള്ളവർക്ക് അനക്സർ B നിർബന്ധമല്ല, അതായത് പുതിയതായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നർത്ഥം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആധാറിൻ്റെ PDF അല്ലെങ്കിൽ അതായത് ഈ ആധാർ, വാഹനം ബുക്ക് ചെയ്ത റെസിപ്റ്റ്, ഡീലറുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ കൺസേൺഡ് RTOയുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ കൃത്യമായി കളക്ട് ചെയ്തു വെച്ചതിന് ശേഷം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ വിജയകരമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. GST സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് ഈ നമ്പർ ഉപയോഗിച്ച് പിന്നീട് ലോഗിൻ ചെയ്ത് ഈ സൈറ്റിലേക്ക് കയറി നോക്കാവുന്നതാണ്. ഏകദേശം 15 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ GST സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആവുന്നതാണ്. GST സർട്ടിഫിക്കറ്റ് DHIയിൽ നിന്നും നമുക്കും ഡീലർക്കും RTOയ്ക്കും ഇമെയിൽ വഴി ലഭിക്കുന്നതാണ്. ഇമെയിൽ ലഭിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ നമ്മൾ വാഹനം വാങ്ങിക്കേണ്ടതാണ്. അതിനുശേഷം 3 മാസത്തിന് ശേഷമാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. പിന്നെ വാഹനം വാങ്ങിയതിന് ശേഷം ഭിന്നശേഷിക്കാർക്ക് ലൈസൻസ് എടുക്കുന്നതിനോ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനോ എന്ത് ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.